ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് വ്ലോഗർ. അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ലോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളാണ്. അതായത് ജനുവരി മാസം ലാസ്റ്റ് വീക്കിലെ OTT റിലീസ് അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് സമയം വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഇന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മതിമാരൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വെങ്കട്ട്, അതുപോലെ തന്നെ ഇവാനിയ, ആടുകളൻ നരേൻ, ആരാധ്യ എന്നിവർ കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു തമിഴ് ലാംഗ്വേജ് ഫാമിലി ഡ്രാമ വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമാണ് മതിമാരൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം. കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. തമിഴ് ഭാഷയിൽ മാത്രമാണ് ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കെല്ലാം ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹോഡു എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രൂപേഷ് വിതാംബരം കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഹോഡു എന്ന് പറയുന്ന ചിത്രം. ഈ ഒരു ചിത്രം കുഴപ്പമില്ലാത്തൊരു നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചിത്രം ഇപ്പോൾ ഐസ്ട്രീം എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. കാണാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഈ ചിത്രം ഐസ്ട്രീം എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ഡയറക്റ്റ് ചിത്രം കാണാവുന്നതാണ്. നല്ല അഭിപ്രായങ്ങളും റിവ്യൂ തന്നെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് വരുന്നത്. കാണാൻ താല്പര്യമുള്ളവർക്കെല്ലാം ചിത്രം ഈ ഐസ്ട്രീമിലൂടെ സ്ട്രീമിംഗ് കാണാവുന്നതാണ്. ഇപ്പോൾ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഏജന്റ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഉടൻ തന്നെ OTT റിലീസൊക്കെ പ്രഖ്യാപിച്ച് തിയേറ്ററിൽ വൻ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള സോണി ലീവ് എന്നുള്ള അപ്ഡേറ്റ് കുറേ കാലമായി പുറത്തു വരുന്നു. 2 തവണ അവരുടെ റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചുവെങ്കിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. നമ്മുടെ അഖിൽ അക്കിനേനിയും അതുപോലെ മമ്മൂക്കി കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പാൻ ഇന്ത്യ ചിത്രമായിരുന്നു ഏജന്റ് എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ഒഫീഷ്യലി ചിത്രം ഈ വരുന്ന ജനുവരി മാസം 26-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ സോണി ലീവിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചിത്രം വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടോട് ചിത്രം സോണി ലീവിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഫൈറ്റ് ക്ലബ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. വിജയകുമാർ, അതുപോലെ തന്നെ മോനിഷ മോഹൻ എന്നിവർ കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു ത്രില്ലർ, തമിഴ് ലാംഗ്വേജ് ത്രില്ലർ വിഭാഗത്തിലോട് തന്ന ചിത്രമാണ് ഫൈറ്റ് ക്ലബ് എന്ന് പറയുന്നത്. ലോകേഷ് കനകരാജ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 27-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ടൻഡേക്കോട്ടയിലും സിംപ്ലി സൗത്തിലൂടെയും ചിത്രം ഈ വരുന്ന ജനുവരി മാസം 27-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കൊടൈ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കാർത്തിക് സിംഹ, അതുപോലെ തന്നെ റോബോ ശങ്കർ, അനായ, അതുപോലെ MS ഭാസ്കർ എന്നിവർ കേന്ദ്രദാതരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിലോട് തന്ന ഒരു ചിത്രമാണ് കൊടൈ എന്ന് പറയുന്നത്. ഈ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 26-ാം തീയതി സിംപ്ലി സൗത്തിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു കൊച്ചു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സാൻഡ്രിദേശ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഹരികുമാർ, അതുപോലെ മനോബാല എന്നിവർ കേന്ദ്രദാതരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ത്രില്ലർ വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമാണ് സാൻഡ്രിദേശ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള സിംപ്ലി സൗത്ത് ആണ്. സിംപ്ലി സൗത്തിലൂടെ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 27-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. 2023 ആഗസ്റ്റ് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഒരു ഒരു ത്രില്ലർ വിഭാഗത്തിലോട് തന്ന ചിത്രമാണ് സാൻഡ്രിദേശ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം ഈ വരുന്ന ജനുവരി മാസം 27-ാം തീയതി സിംപ്ലി സൗത്തിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അനിമൽ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രൺബീർ കപൂർ, അതുപോലെ തന്നെ രശ്മിക മന്ദാന, ബോബി സിൻഹ, അതുപോലെ തന്നെ അനിൽ കപൂർ എന്നിവർ കേന്ദ്രദാതരായിട്ട് അഭിനയിച്ച് ഹിന്ദിയിൽ കഴിഞ്ഞ വർഷം ബ്ലോക്ക് ബസ്റ്റർ റേറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു നമ്മുടെ അനിമൽ എന്ന് പറയുന്നത്. ഏകദേശം 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ എത്തിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അനിമൽ എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 26-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഒരു ആക്ഷൻ പാക്കഡ്, ഫുള്ളി പാക്കഡ് ചിത്രമാണ് അനിമൽ എന്ന് പറയുന്നത്. നല്ലൊരു തിയേറ്റർ റെസ്പോൺസ് ആണ് എല്ലാ ഭാഗത്തുനിന്നും ഈ ഒരു ചിത്രത്തിന് കിട്ടിയത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സാം ബഹദൂർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിക്കി കൗശൽ കേന്ദ്രദാതരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ബയോഗ്രഫിക്കൽ വാർ ഡ്രാമ വിഭാഗത്തിൽ തന്ന ഒരു ചിത്രമാണ് സാം ബഹദൂർ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം ഡിസംബർ മാസം 1-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു സാം ബഹദൂർ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള C5 ആണ്. C5ലൂടെ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 26-ാം തീയതി ഹിന്ദി ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.
നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നു OTT റൈറ്റ്സുകൾ വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ OTT റൈറ്റ്സ് ചെയ്ത് OTT പ്ലാറ്റ്ഫോമുകളാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വേല എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സണ്ണി വെയിൻ അതുപോലെ ഷൈൻ നിഗം സിദ്ധാർത്ഥ് എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു പോലീസ് ഡ്രാമ വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമാണ് വേല എന്ന് പറയുന്നത്. നവംബർ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്ത രുചി നേടിയിട്ടുള്ള ഒരു ത്രില്ലർ വിഭാഗത്തിലെടുത്താവുന്ന ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈം ആണെന്നുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ചിത്രം ചിലപ്പോൾ സർപ്രൈസ് റിലീസ് ആയിട്ടൊക്കെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കാം. ചിലപ്പോൾ ഈ ചിത്രം 26-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിച്ചൊന്നും വരാം. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു കന്നഡ മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സപ്തസാഗര എല്ലയോ പാർട്ട് ബി എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിലെടുത്തുന്ന ഒരു ചിത്രത്തിന്റെ പാർട്ട് ബി ആണ്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈം ആണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഒഫീഷ്യലി കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചിത്രം എന്ന് വരാന്നുള്ള എൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഋഷിക് ഷെട്ടി കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ ഡീറ്റെയിൽസ് ആൾ തന്നെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. കമ്മിങ് സൂണിലൂടെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുള്ള ഒരു അപ്ഡേറ്റും അത് അറിയിക്കാമെന്നാണ് ആൾ പുള്ളി പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ സർപ്രൈസ് ആയിട്ട് ചിത്രം ഈ വരുന്ന ജനുവരി മാസം 26-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലായിരിക്കും സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധനുഷ് അതുപോലെ തന്നെ ശിവണ്ണ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് ഈ പൊങ്കലിന് തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയത് പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ്. വലിയൊരു റിലീസും വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയ ഒരു ചിത്രം, വലിയ ഹൈപ്പോട് വന്ന ചിത്രം വേണ്ടത്ര വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിലൂടെ ചിത്രം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 9-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കാനുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട്. ചിലപ്പോൾ ഈ ചിത്രത്തിന്റെ ലീക്ക്ഡ് പ്രിന്റും ഉടൻ തന്നെ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ക്വീൻ എലിസബത്ത് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മീര ജാസ്മിൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ചിത്രത്തിൽ അഭിനയിച്ചിട്ട് മലയാള ചിത്രത്തിൽ അഭിനയിച്ച ചിത്രം കൂടിയാണ് ക്വീൻ എലിസബത്ത് എന്ന് പറയുന്നത്. മീര ജാസ്മിന് പുറമെ നരേൻ അതുപോലെ തന്നെ നമ്മുടെ രമേശ് പിഷാരടി, ജോണി ആന്റണി, മല്ലിക എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു ക്വീൻ എലിസബത്ത് എന്ന് പറയുന്നത്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്താണ് ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയ C5 ആണ്. C5-ലൂടെ എന്ന് ചിത്രം വരിക നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസം 2-ാം തീയതി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുള്ള അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗുണ്ടൂർ കാരം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മഹേഷ് ബാബു, ജയറാം, ശ്രീലീല